വിജയിക്കാൻ കഴിവ് വേണ്ട, ഈ സീക്രട്ട് സിസ്റ്റം മതി. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. പണം, ആരോഗ്യം, നല്ലൊരു കരിയർ, ഇതിനായി നമ്മൾ ചെയ്യുന്ന പ്രധാന കാര്യം കഠിനാധ്വാനമാണ്. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരും വിജയിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതം ഒരടി പോലും മുന്നോട്ട് നീങ്ങാത്ത ഒരു പ്രത്യേകതരം തളർച്ചയുണ്ട്. അതിനെ പ്രൊഡക്ടിവിറ്റി ട്രാപ്പ് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, എന്തു വേണമെന്ന് വ്യക്തമായ പ്ലാനുണ്ട്. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നു, സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോകൾ കാണുന്നു. നിങ്ങളുടെ ഫോണിലെ നോട്ട്സ് ആപ്പിൽ ഈ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ആദ്യത്തെ 2 ദിവസം നിങ്ങൾ വലിയ ആവേശത്തിലായിരിക്കും. നേരത്തെ എഴുന്നേൽക്കുന്നു, ജിമ്മിൽ പോകുന്നു, ജോലിയിൽ ശ്രദ്ധിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു ചെറിയ തിരക്ക് വരുമ്പോഴോ ഉറക്കം ശരിയാകാത്തൊരു ദിവസമുണ്ടാകുമ്പോഴോ നിങ്ങളുടെ ആ പ്ലാൻ മുഴുവൻ തകരും. പിന്നീട് പഴയ മടിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഈ സൈക്കിൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇതെല്ലാം ഇത്ര എളുപ്പത്തിൽ സാധിക്കുന്നത്? എനിക്ക് മാത്രം എന്താ ഇത്ര പ്രയാസം? സുഹൃത്തുക്കളെ, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതല്ല, മറിച്ച് നിങ്ങൾ തെറ്റായ ഇന്ധനം ഉപയോഗിച്ചാണ് ഓടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എഫേർട്ടിനെയാണ് ആശ്രയിക്കുന്നത്. പകരം നിങ്ങൾക്ക് വേണ്ടത് ഒരു സിസ്റ്റമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ അടുത്ത ഏതാനും മിനിറ്റുകൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം. കാരണം ഈ അറിവ് എല്ലാവർക്കുമുള്ളതല്ല. ജീവിതം മാറ്റാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതം ഫിസിക്കലായും മെന്റലായും ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വലിയ അവസരത്തെക്കുറിച്ച് പറയാനുണ്ട്. പലരും ചോദിക്കാറുള്ള ഒന്നാണ്, എങ്ങനെയാണ് ബോഡി ഷേപ്പ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നത്. അതിനായി നമ്മൾ തയ്യാറാക്കിയ അൾട്ടിമേറ്റ് കാലിസ്തേനിക്സ് ഗൈഡ് എന്ന വീഡിയോ കോഴ്സ് ഇപ്പോൾ ലഭ്യമാണ്. മാർക്കറ്റിൽ 3999 രൂപ വില വരുന്ന ഈ കോഴ്സ് വെറും 89 രൂപയുടെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് പൂർണ്ണമായും ഫ്രീ ആയി ലഭിക്കുന്നതാണ്. വെറുമൊരു വർക്കൗട്ട് ഗൈഡ് മാത്രമല്ല ഇത്. ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു അത്ലറ്റിക് ശരീരം സ്വന്തമാക്കാമെന്ന് ഇതിൽ വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നമ്മുടെ സ്പെഷ്യൽ പ്ലേലിസ്റ്റുകളായ ലുക്ക് മാക്സിംഗ്, നിങ്ങളുടെ ലുക്കിലും പേഴ്സണാലിറ്റിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ, ഡാർക്ക് സൈക്കോളജി, മനുഷ്യന്റെ പെരുമാറ്റങ്ങളെയും മൈൻഡ് ഗെയിമുകളെയും കുറിച്ചുള്ള അറിവ്, ഡേറ്റിംഗ് സൈക്കോളജി, സോഷ്യൽ സർക്കിളുകളിലും റിലേഷൻഷിപ്പുകളിലും എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, ഇവയെല്ലാം ഈ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തി ഇന്ന് തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകൂ. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരാം. ലക്ഷ്യങ്ങളും സിസ്റ്റവും തമ്മിലുള്ള പോരാട്ടം. നമ്മുടെ സമൂഹം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് ലക്ഷ്യങ്ങളുണ്ടാവണം എന്നാണ്. എന്നാൽ ഗോൾസ് എന്ന് പറയുന്നത് വെറുമൊരു ഡെസ്റ്റിനേഷൻ മാത്രമാണ്. ഒരു മാരത്തോൺ ഓടുന്ന ആൾക്ക് ഫിനിഷിംഗ് ലൈനാണ് ഗോൾ. പക്ഷേ ആ ലൈനിൽ എത്തണമെങ്കിൽ അയാൾക്കൊരു സിസ്റ്റം വേണം. ഗോളുകൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ഭാവിയിൽ സംഭവിക്കേണ്ട ഒന്നാണ്. വരും ആഴ്ചകളിൽ മോട്ടിവേഷൻ ഒട്ടുമില്ലാത്ത ഒരു ചൊവ്വാഴ്ച രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആ ഗോൾ പറഞ്ഞു തരില്ല. മോട്ടിവേഷൻ എന്നത് ഒരു താൽക്കാലിക വികാരമാണ്. അത് വരുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യും, അത് പോകുമ്പോൾ നമ്മൾ തളർന്നിരിക്കും. എന്നാൽ ഒരു സിസ്റ്റം എന്നത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രോസസ്സാണ്. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരേ ഗോളുള്ളവരായിരിക്കും. ഉദാഹരണത്തിന്, പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് വേണമെന്നായിരിക്കും ഗോൾ. പക്ഷേ ആ സിസ്റ്റം ശരിയായവർക്ക് മാത്രമേ അത് നേടാൻ കഴിയൂ. എന്താണ് യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റം? സിസ്റ്റം എന്നാൽ സങ്കീർണമായ ഒന്നല്ല. ഓരോ ദിവസവും ഒരു പ്രത്യേക ക്രമത്തിൽ ചെയ്യുന്ന ചില ശീലങ്ങൾ മാത്രമാണത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഡിസിഷൻ ഫാറ്റീഗ് കുറയ്ക്കുന്നു എന്നതാണ്. സൈക്കോളജിക്കലായി പറഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങളുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും. രാവിലെ എഴുന്നേറ്റ ഉടൻ ഇന്ന് വർക്കൗട്ട് ചെയ്യണോ, ജോലി എപ്പോൾ തുടങ്ങണം, എന്തു ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആലോചിച്ച് തീരുമാനിക്കാൻ നിങ്ങൾ സമയം കളയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി അവിടെ തീർന്നു പോകും. ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടി വരില്ല. വർക്കൗട്ട് സമയം ഫിക്സഡാണ്, വർക്ക് ബ്ലോക്ക് ഫിക്സഡാണ്, എല്ലാം ഓട്ടോമാറ്റിക്കായി നടക്കും. ഇതിനെയാണ് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് വിളിക്കുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പോലെയുള്ള മഹാന്മാർ അവരുടെ ജീവിതം ഇത്തരം സിസ്റ്റങ്ങളിലൂടെയാണ് കെട്ടിപ്പടുത്തത്. അവർക്ക് അസാമാന്യ കഴിവുള്ളതുകൊണ്ടല്ല അവർ വിജയിച്ചത്, മറിച്ച് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി നടക്കാൻ അവരൊരു സിസ്റ്റം ഡിസൈൻ ചെയ്തു എന്നതാണ് സത്യം. എങ്ങനെ ഒരു പരാജയപ്പെടാത്ത സിസ്റ്റം ഉണ്ടാക്കാം? ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഭൂരിഭാഗം ആളുകളും വരുത്തുന്ന തെറ്റെന്താണെന്നോ, അവരത് ഏറ്റവും മികച്ച ദിവസങ്ങൾക്കായി അഥവാ ബെസ്റ്റ് ഡേയ്സിന് വേണ്ടിയായിരിക്കും ഡിസൈൻ ചെയ്യുക. നല്ല ഉറക്കം കിട്ടിയ, നല്ല മൂഡുള്ള ഒരു ദിവസത്തേക്ക് വേണ്ടിയായിരിക്കും അവരുടെ പ്ലാൻ. പക്ഷേ ജീവിതം എപ്പോഴും അങ്ങനെയല്ല.
ഒരു യഥാർത്ഥ സിസ്റ്റം നിങ്ങളുടെ ഏറ്റവും മോശം ദിവസങ്ങൾക്കുള്ളതായിരിക്കണം. ഉറക്കം ശരിയാകാത്ത, സ്ട്രെസ് കൂടുതലുള്ള, ആകെ തളർന്നിരിക്കുന്ന ഒരു ദിവസവും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാകണം നിങ്ങളുടെ സിസ്റ്റം. അതിന് 3 തൂണുകൾ ആവശ്യമാണ്. ആങ്കർ ഹാബിറ്റ്സ്, സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നിങ്ങൾ ഒഴിവാക്കാത്ത 2 അല്ലെങ്കിൽ 3 ശീലങ്ങൾ. ഇത് നിങ്ങളുടെ ദിവസത്തിന്റെ അടിത്തറയാണ്. ഉദാഹരണത്തിന് 5 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ നടത്തം. ടൈം സ്ട്രക്ചർ, നിങ്ങളുടെ ദിവസത്തെ കൃത്യമായ ബ്ലോക്കുകളായി തിരിക്കുക. ഏത് സമയത്താണ് ഡീപ്പ് വർക്ക് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് റെസ്റ്റ് എടുക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക. റീസെറ്റ് മെക്കാനിസം, ഒരു ദിവസം പ്ലാൻ തെറ്റിയാൽ ഇനി എല്ലാം പോയി എന്ന് കരുതിയിരിക്കാതെ ഉടൻ തന്നെ തിരിച്ചു വരാനുള്ള ഒരു എളുപ്പവഴി. ഇവിടെ നിങ്ങൾക്ക് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ കൂടെ പുതിയൊരു ശീലം ചേർക്കുക. ഉദാഹരണത്തിന്, രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞ ഉടൻ ഞാൻ 5 മിനിറ്റ് ജേർണലിംഗ് ചെയ്യും. ഇവിടെ ചായ കുടിക്കുക എന്നത് ഒരു ട്രിഗറായി മാറുന്നു. നിങ്ങളുടെ എനർജി വിൻഡോ തിരിച്ചറിയുക. സമയം മാനേജ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനം എനർജി മാനേജ് ചെയ്യുന്നതാണ്. എല്ലാ മനുഷ്യർക്കും ഒരു പീക്ക് കോഗ്നിറ്റീവ് വിൻഡോ ഉണ്ട്. സാധാരണയായി ദിവസത്തിന്റെ ആദ്യ പകുതിയിലുള്ള 2 മുതൽ 4 മണിക്കൂർ വരെയാണിത്. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ പവർ അതിന്റെ ഉച്ചസ്ഥായിയിലായിരിക്കും. നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായ ജോലികൾ ഈ വിൻഡോയിൽ തന്നെ ചെയ്തു തീർക്കുക. ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് ഇതിന്റെ നേരെ വിപരീതമാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ ഇമെയിലുകൾ നോക്കിയും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തും നിസ്സാര കാര്യങ്ങൾ ചെയ്തും അവർ ആ ഗോൾഡൻ ടൈം കളയും. എന്നിട്ട് വൈകുന്നേരം എനർജി തീരുമ്പോൾ കഠിനമായ ജോലികൾ ചെയ്യാൻ ശ്രമിക്കും. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നശിപ്പിക്കും. ഐഡന്റിറ്റി മാറ്റുക, ദ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അത് വെറും ജോലികൾ തീർക്കൽ മാത്രമല്ല. ജെയിംസ് ക്ലിയർ പറയുന്നത് പോലെ, ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴും നിങ്ങൾ ഏത് തരം വ്യക്തിയാകണം എന്നതിലേക്ക് ഒരു വോട്ട് രേഖപ്പെടുത്തുകയാണ്. എനിക്ക് ഡിസിപ്ലിൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്ന് ഞാനൊരു ഡിസിപ്ലിൻഡായ വ്യക്തിയാണ് എന്ന നിലയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറണം. ഐഡന്റിറ്റി മാറുമ്പോൾ ശീലങ്ങൾ പിന്തുടരുക എന്നത് ഒരു ഭാരമല്ലാതായി മാറും. എത്തിക്കൽ ഡിസ്ക്ലെയിമർ, സൈക്കോളജിക്കൽ മാറ്റങ്ങൾ പവർഫുള്ളാണ്. ഇത് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. സ്വയം മെച്ചപ്പെടാൻ മാത്രം ഈ അറിവുകൾ ഉപയോഗിക്കുക. സുഹൃത്തുക്കളെ, വിജയം എന്നതൊരു ഭാഗ്യമല്ല, അത് കൃത്യമായ ഒരു സിസ്റ്റത്തിന്റെ റിസൾട്ടാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ 3 ആങ്കർ ഹാബിറ്റ്സ് ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് ഇപ്പോൾ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി നേടാം. ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിലെ 500-ലധികം മെമ്പേഴ്സ് ഈ കോഴ്സുകളിലൂടെ അവരുടെ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറും 89 രൂപയ്ക്ക് ഈ കോഴ്സും ഒപ്പം ലുക്ക് മാക്സിംഗ് ആൻഡ് ഡാർക്ക് സൈക്കോളജി പ്ലേലിസ്റ്റുകളും ആക്സസ് ചെയ്യാൻ താഴെയുള്ള ജോയിൻ ബട്ടൺ ഉപയോഗിക്കുക. നിങ്ങളുടെ മാറ്റം ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങട്ടെ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സ്ട്രോങ്.